ഇന്നത്തെ IPL മത്സരത്തിൽ മുംബൈയും ഗുജറാത്തുമാണ് നേർക്കുനേർ വന്നത്. ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. പക്ഷേ കളിക്കിടയിൽ മഴ പെയ്തത് കളിയുടെ ആവേശം കെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗുജറാത്തും മുംബൈയുമാണെന്ന് നേർക്കുനേർ വന്നത്. രണ്ടും തുല്യ ശക്തികളായിരുന്നു. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് മുംബൈ ആയിരുന്നു. മുംബൈക്ക് മോശം തുടക്കമാണ് ഇന്ന് ലഭിച്ചത്. റിക്കൾട്ടനും രോഹിത് ശർമ്മയുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. രണ്ടുപേരും പെട്ടെന്ന് ഔട്ടായി മടങ്ങി. രോഹിത് ഇന്ന് 7 റൺസ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ സാധാരണ രോഹിത് 50 അടിക്കാറുണ്ട്. അതുകൊണ്ട് മുംബൈക്ക് നല്ല സ്കോർ കിട്ടാറുണ്ട്. പക്ഷേ ഇന്നത്തെ ബൗളിംഗ് പിച്ചായിരുന്നു. ബാറ്റ്സ്മാൻമാർക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് മുംബൈ ടീമിനെ രക്ഷിച്ചത് വിൽ ജാക്സും സൂര്യകുമാർ യാദവുമായിരുന്നു. രണ്ടുപേരും നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു. വിൽ ജാക്സ് ഇന്ന് 50 അടിച്ചിട്ടുണ്ടായിരുന്നു. വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് വിൽ ജാക്സ് കാഴ്ചവെച്ചത്. സൂര്യകുമാർ നല്ല സപ്പോർട്ടാണ് താരത്തിന് കൊടുത്തത്. പിന്നീട് രണ്ടുപേരും ഔട്ടായി മടങ്ങി. ശേഷം വന്ന തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ രണ്ടുപേരും രണ്ടക്കം കാണാതെ മടങ്ങിയപ്പോൾ മുംബൈ ടീം ശരിക്കും ഒന്ന് ഡൗൺ ആയി. വിചാരിച്ചതുപോലെ റൺസ് നേടാൻ മുംബൈക്ക് സാധിച്ചില്ല. പിന്നീട് അവസാനം അടിച്ചു കളിച്ച് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 155 എന്ന ഭേദപ്പെട്ട സ്കോറാണ് മുംബൈ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ബാറ്റ്സ്മാൻമാർക്ക് ഇവിടെ കളിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഗുജറാത്ത് സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. ഗുജറാത്തിന് വേണ്ടി സായ് സുദർശനും ഗില്ലുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. സായ് സുദർശൻ പെട്ടെന്ന് തന്നെ ഔട്ടായി മടങ്ങി. ട്രെന്റ് ബോൾട്ടാണ് മുംബൈക്ക് വേണ്ടി ആദ്യ ബ്രേക്ക് ത്രൂ സമ്മാനിച്ചത്. പിന്നീട് വന്ന ബട്ട്ലർ കുറച്ചു നേരം പിടിച്ചു നിന്നു. ആർക്കും തന്നെ ആക്രമണ ബാറ്റിംഗ് പുറത്തെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതുവരെ തോൽവി എന്താണെന്ന് അറിയാതെയാണ് മുംബൈ ടീം കളിച്ചു വന്നത്. ഈ IPL പ്രകടനം നോക്കിയാൽ മുംബൈ ടീമും ഗുജറാത്തും തുല്യ ശക്തികളാണ്. രണ്ടുപേരും മികച്ച കളിയാണ് കാഴ്ചവെക്കുന്നത്. രണ്ട് ടീമും പ്ലേ ഓഫിൽ എത്തുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി വിലയിരുത്തിയാൽ രണ്ട് ടീമും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.